ഹലോ വേൾഡ് ചാനലിന്റെ ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഞാനും നിങ്ങളും രാവിലെ മുതൽ രാത്രി വരെ ഓട്ടത്തോടോട്ടമാണ്. കുടുംബത്തിനെ പുലർത്തുന്നതിനും മറ്റുള്ള കാര്യങ്ങൾക്കും പണം സമ്പാദിക്കുന്നതിനും മറ്റുള്ള എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഓട്ടത്തോടോട്ടമാണ്. എന്നാൽ ഇതിനിടയിൽ ഒന്ന് വിശ്രമിക്കാൻ ചിലപ്പോൾ നമ്മൾ മറന്നുപോകും. പഴയ കാലത്തൊക്കെ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ കാണുമായിരുന്നു, കല്ലിന്റെ രണ്ട് തൂണുകൾ വെച്ചിട്ട് അതേലൊരു തൂണ് കുറുകെ വെക്കും. അതെന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് ചുമട് താങ്ങി എന്നാ പറയുന്നത്. കാരണം നമ്മൾ ചുമടെടുത്ത് വരുമ്പോൾ, അന്ന് വാഹന സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തലയിൽ ചുമടൊക്കെ എടുത്ത് വരുമ്പോൾ തളർന്നു പോകും. ആ തളർന്നു പോകുമ്പോൾ ഈ ചുമട് താങ്ങിയിലിട്ട് വെച്ചിട്ട് അല്പസമയം അവിടെ വിശ്രമിക്കും. അതിനുശേഷമാണ് വീണ്ടും ആ ചുമടെടുത്തിട്ട് ആ മനുഷ്യൻ മുമ്പോട്ട് നീങ്ങുന്നത്. ഇതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് വെച്ചില്ലെങ്കിൽ ആ മനുഷ്യൻ തളർന്ന് താഴെ വീഴും. അതുപോലെ തന്നെയാണ് ഇന്നും നമ്മൾക്ക് സംഭവിക്കാൻ പോകുന്നത്. പലരോടും ചോദിക്കുമ്പോൾ ഒന്ന് ഫോൺ വിളിക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തീരെ സമയമില്ല എന്ന് പറയും. ഒരു കാര്യം ഓർക്കണം, നമ്മൾ ജനിച്ച നാൾ മുതൽ ഇന്നേ വരെ 24 മണിക്കൂർ എന്നതിനൊരു കുറവും വന്നിട്ടില്ല, കൂടുതലും വന്നിട്ടില്ല. എന്നാൽ ഇവിടെയാണ് നമ്മുടെ സമയം വേസ്റ്റ് ആകുന്നത്. നമ്മൾ അനാവശ്യമായിട്ട് ഫോണിലും അതുപോലെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും വേണ്ടാത്ത സ്ഥലങ്ങളിലും ഒക്കെ നമ്മുടെ സമയം ചിലവഴിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു നാഴിക കല്ലുകൂടാ മുന്നോട്ട് നീങ്ങുന്നത്. അതുപോലെ നമ്മൾ ജീവിതത്തിലെ ഓട്ടത്തിൽ ഓടുമ്പോൾ ഈ ചുവട് താങ്ങിയിൽ ഒരല്പം വിശ്രമിക്കണം. നമ്മളുടെ കുടുംബത്തിനും നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവരോടും അല്പം സംസാരിക്കുന്നതിനും സ്നേഹം പങ്കിടുന്നതിനും കരുതുന്നതിനു വേണ്ടി അല്പനിമിഷം നമ്മൾ നിൽക്കണം. അതല്ലെങ്കിൽ ജീവിത സായാഹ്നത്തിൽ നമ്മൾക്കിതിനെപ്പറ്റി ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. കാരണം ഞാൻ ഇത്രയും നാൾ ഓടിയിട്ട് എനിക്കൊന്നും നേടാൻ പറ്റിയില്ലല്ലോ, ഞാൻ ഇത്രയും നാൾ ഓടിയിട്ട് എനിക്കൊന്നും സമ്പാദിക്കാൻ പറ്റിയില്ലല്ലോ, എൻ്റെ ജീവിതകാലത്ത് എനിക്കൊന്ന് വിശ്രമിക്കാൻ പോലും പറ്റിയില്ല എന്നൊരു മനസ്സിലൊരു മനസ്താപം നമ്മൾക്കുണ്ടാകും. അതുകൊണ്ട് ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഓടിക്കോ, പക്ഷേ ഒരു കാര്യം മറക്കരുത്, നമ്മൾ അല്പസമയം വിശ്രമിക്കണം. നമ്മുടെ കുടുംബത്തോടും നമ്മുടെ കൂട്ടുകാരോടും നമ്മുടെ സ്നേഹിതരോടും മറ്റുള്ളവരോടും ഒക്കെ നമ്മളല്പം ഇടപഴകി അവരുടെ സ്നേഹത്തിനോട് സംസാരിച്ചും ആ സ്നേഹം പകർന്നും വേണം നമ്മൾ മുന്നോട്ട് നീങ്ങാൻ. ഇല്ലെങ്കിൽ ജീവിത സായാഹ്നത്തിൽ നമ്മൾ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. സോ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെരി മച്ച്.